നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ഓട്ടോയിൽ ലോറിയും ടൂറിസ്റ്റ് ബസ്സും ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനും ദാരുണാന്ത്യം. സംഭവം ഒല്ലൂരിൽ. ഒറ്റപ്പെയ്ത്തിൽ മഴക്കെടുതി രൂക്ഷം. വരന്തരപ്പള്ളി, നെന്മണിക്കര, തൃക്കൂർ പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം, പുതുക്കാട് മേൽപ്പാല നിർമ്മാണം എന്നിവ സംബന്ധിച്ച് അധികൃതരുടെ യോഗം നടത്തി. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറിന് 200 രൂപയിലേറെ വില കുറച്ചു. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. വിശദമായ വാർത്തകളിലേക്ക്. ഓട്ടോയിൽ ലോറിയും ടൂറിസ്റ്റ് ബസ്സും ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനും ദാരുണാന്ത്യം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഒല്ലൂർ കമ്പനിപ്പടിക്ക് സമീപം ലോറി ഇടിച്ച് റോഡിലേക്ക് മറിഞ്ഞ ഓട്ടോയിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ കല്ലൂർ വെള്ളാനിക്കോട് സ്വദേശി ചുങ്കൻ വീട്ടിൽ 35 വയസ്സുള്ള ഡാനി, യാത്രക്കാരനായ ഒല്ലൂർ പടവരാട് സ്വദേശി എടക്കളത്തൂർ വീട്ടിൽ 45 വയസ്സുള്ള മെജോറിൻ എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ഓട്ടോയിൽ കുടുങ്ങിയ 2 പേരെയും അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. മെജോറിനെ ജില്ലാ ജനറൽ ആശുപത്രിയിലും ഡാനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വെണ്ടോർ ചുങ്കത്തിന് സമീപം സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കാറിൽ 4 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് തർക്കങ്ങളുണ്ടാവുകയും പാലപ്പള്ളി ആമ്പല്ലൂർ മേഖലയിൽ അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അനാവശ്യ തർക്കങ്ങളുണ്ടാക്കിയ കാർ യാത്രികരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വേലൂപ്പാടം പുലിക്കണ്ണി റൂട്ടിലോടുന്ന സൂപ്പർ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ മഴയെ തുടർന്ന് തൃക്കൂരിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു. മുളങ്ങാട്ടുപറമ്പിൽ വിമലയുടെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മണ്ണ് ഇടിഞ്ഞു വീണത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചെളിവെള്ളവും മണ്ണും വീടിന്റെ മുറികളിലേക്ക് ഒഴുകിയെത്തി. സംഭവ സമയത്ത് വീട്ടുടമയായ വിമല വീടിന് പുറത്തായിരുന്നതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടികയും പഞ്ചായത്ത് അംഗം ഷീബ നികേഷും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ സുരക്ഷ മുൻനിർത്തി വീട്ടുകാർ താൽക്കാലികമായി മാറി താമസിക്കണമെന്ന് നിർദ്ദേശം നൽകി. കനത്ത മഴയിൽ കല്ലൂർ മുസ്ലിം പള്ളി റോഡ് വെള്ളക്കെട്ടിലായി. നിവേദനങ്ങളും പരാതികളും പലതവണ നൽകിയിട്ടും അധികാരികൾ നടപടിയെടുക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഒരു ചെറുമഴ പെയ്താൽ പോലും കല്ലൂർ മുസ്ലിം പള്ളി റോഡിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമാകുന്ന സ്ഥിതിയാണ്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളും പരാതികളും അധികാരികൾക്ക് നൽകിയെങ്കിലും ഇതുവരെയും നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നാണ് ആരോപണം. റോഡരികിലെ ചാലുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ മഴവെള്ളം മുഴുവൻ റോഡിലൂടെയാണ് ഒഴുകുന്നത്. കൂടാതെ ഈ ഭാഗത്തുള്ള മുസ്ലിം പള്ളി പരിസരത്തെ പാലം അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ട് രൂക്ഷമാക്കുന്നുണ്ട്. ഇത് കാരണം കാലവർഷം കനക്കുമ്പോൾ വെള്ളം സമീപത്തുള്ള വീടുകളിലേക്ക് കയറുന്ന ഭീതിജനകമായ സാഹചര്യമാണുള്ളത്. മഴ കനത്താൽ വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും റോഡിലൂടെ യാതൊരു വിധത്തിലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പലതവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ചെങ്ങാലൂർ മണ്ണമ്പെട്ട മാവിൻചോട് PWD റോഡിൽ മാവിൻചോട് സെന്റർ മുതൽ പച്ചളിപ്പുറം കിണർ വരെയുള്ള ഭാഗത്ത് യാത്രാക്ലേശം രൂക്ഷമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സൈമൺ നമ്പാടൻ പരാതി സമർപ്പിച്ചത്. ആമ്പല്ലൂർ കള്ളായി റോഡിൽ കല്ലൂർ പള്ളിക്കുന്ന് മുതൽ മാവിൻചൂട് വരെയുള്ള ഭാഗത്തും സമാനമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു.
2024-ലും 25-ലും 2026-ലും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതികളും നിവേദനങ്ങളും പലതവണ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും സൈമൺ നമ്പാടൻ പറഞ്ഞു. നിലവിലെ മന്ത്രി PK ബഷീറിനും വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി. ശനിയാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ മഴയിൽ വരന്തരപ്പള്ളിയിലെ വിവിധ റോഡുകളിൽ വെള്ളം കയറി. കച്ചേരിക്കടവ്, കുരിയാടിപ്പാലം, കുട്ടോലിപ്പാടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. കുരിയാടിത്തോട് കരകവിഞ്ഞ് പാലത്തിന് സമീപത്തെ സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടായതോടെ വാഹനയാത്രികർ ഏറെ പ്രയാസപ്പെട്ടാണ് യാത്ര നടത്തുന്നത്. ശക്തമായ മഴയിൽ ദേശീയപാതയിലും വെള്ളക്കെട്ട്. എറണാകുളത്തേക്കുള്ള പാതയിൽ ആമ്പല്ലൂർ അടിപ്പാതയുടെ മേൽപ്പാത ആരംഭിക്കുന്നിടത്താണ് വെള്ളക്കെട്ട്. എതിർവശത്തുള്ള ട്രാക്കിലും വെള്ളക്കെട്ടുണ്ട്. മേൽപ്പാതയിലേക്കുള്ള 3 വരി ട്രാക്കുകളിൽ ഇടതുവശത്തെ ട്രാക്കുകളിലാണ് വെള്ളക്കെട്ട്. ശ്രദ്ധയിൽപ്പെടാതെ വെള്ളക്കെട്ടിലെത്തുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് വെള്ളം തെറിപ്പിച്ചാണ് കടന്നു പോകുന്നത്. കൂടാതെ വെള്ളക്കെട്ടിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമായേക്കാം. ഇവിടെ വെള്ളം ഒഴുക്കിക്കളയാൻ ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. മേൽപ്പാതയുടെ പല ഭാഗത്തു നിന്നും താഴേക്ക് വെള്ളം പതിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു. ദേശീയപാതയിൽ നിന്നും നെന്മനിക്കരയിലേക്കുള്ള റോഡിൽ വെള്ളക്കെട്ട്. CPI പാർട്ടി ഓഫീസിന് മുൻപിലും വെള്ളക്കെട്ടാണ്. ഇതോടെ യാത്ര ദുസ്സഹമായി. അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ശക്തമായ ഒറ്റ മഴയിൽ തന്നെ റോഡ് വെള്ളക്കെട്ടിലാവുകയായിരുന്നു. തൃക്കൂർ മതിക്കുന്നിൽ വെള്ളക്കെട്ട് രൂക്ഷം. ശനിയാഴ്ച പെയ്ത മഴയിൽ മതിക്കുന്ന് തോട് നിറഞ്ഞു കവിഞ്ഞു. മതിക്കുന്ന് ക്ഷേത്രത്തിന് സമീപമുള്ള വീടുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ കാലവർഷം കനത്തു. ജില്ലയിൽ ശക്തമായ മഴ. വെള്ളക്കെട്ട് ഭീഷണി രൂക്ഷം. മംഗലം ഡാമിന്റെയും പെരിങ്ങൽകുത്ത് ഡാമിന്റെയും ഷട്ടറുകൾ തുറന്നു. തൃശൂരിൽ ശനിയാഴ്ച റെഡ് അലർട്ടായിരുന്നു. ദേശീയപാത, സംസ്ഥാന പാതകൾ, മറ്റ് ജില്ലാ റോഡുകൾ എന്നിവിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ നടക്കുന്ന സ്ഥലങ്ങളിൽ യാത്രക്കാർക്ക് വ്യക്തമായി കാണാവുന്ന വിധത്തിൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളും റിഫ്ലക്ടറുകളും അടിയന്തരമായി സ്ഥാപിക്കാൻ അടിയന്തര നിർദ്ദേശം നൽകി. കനത്ത കാറ്റിലും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയിൽ ഗുരുവായൂരിലും പഴഞ്ഞിയിലും മരം വീണ് വീട് തകർന്നു. ചങ്ങരകുളം ടൗൺ സെന്ററിൽ മതിൽ തകർന്നു വീണു. മുള്ളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുകളിലേക്ക് മരം വീണ് കെട്ടിടത്തിന് വലിയ നാശനഷ്ടം സംഭവിച്ചു. മതിലകത്ത് തോട്ടിൽ വീണ് ഒരാൾ മരിച്ചു. പള്ളത്ത് വീട്ടിൽ 75 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. വടക്കാഞ്ചേരി ഓട്ടുപാറയിലുള്ള തൃശൂർ ജില്ലാ ആശുപത്രി വളപ്പിൽ ലേബർ വാർഡിന് സമീപം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് സെപ്റ്റിക് ടാങ്ക് താഴേക്ക് പതിച്ചു. ജില്ലയിലെ പല ഭാഗത്തും ചെറിയ തോടുകളും ജലാശയങ്ങളും നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. കനത്ത മഴയെ തുടർന്ന് ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാലും മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാലും ശക്തമായ കാറ്റ് ഉള്ളതിനാലും സന്ദർശകരുടെ സുരക്ഷ മുൻനിർത്തി ശനിയാഴ്ച അതിരപ്പിള്ളി, വാഴച്ചാൽ, ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചില്ല. തൃശൂർ ജില്ലയിലെ കാലവർഷക്കെടുതിയും മറ്റു സാഹചര്യങ്ങളും വിലയിരുത്താൻ മന്ത്രി OJ ജനീഷിന്റെ സാന്നിധ്യത്തിൽ അടിയന്തര ദുരന്ത നിവാരണ യോഗം ചേർന്ന് കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തു. തൃശൂർ ജില്ലയിൽ കാലവർഷം കനത്തു. ജില്ലയിൽ ശക്തമായ മഴ. വെള്ളക്കെട്ട് ഭീഷണി രൂക്ഷം. മംഗലം ഡാമിന്റെയും പെരിങ്ങൽകുത്ത് ഡാമിന്റെയും ഷട്ടറുകൾ തുറന്നു. തൃശൂരിൽ ശനിയാഴ്ച റെഡ് അലർട്ടായിരുന്നു. ശനിയാഴ്ച ജില്ലയിലെമ്പാടും കനത്ത മഴയാണ് നിർത്താതെ പെയ്തത്. ഇടയ്ക്ക് ചെറിയ ശമനമുണ്ടായെങ്കിലും പിന്നീട് മഴ തോരാതെ പെയ്തു. തൃശൂർ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലും TB റോഡിലും കനത്ത വെള്ളക്കെട്ട് ഉണ്ടായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിലും തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാലും ജില്ലയിൽ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനും പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അടിയന്തര നടപടികൾ നിർദ്ദേശിച്ച് ഉത്തരവിറക്കി. തൃശൂർ ജില്ലയിലെ മലയോര മേഖലകളിലേക്ക് വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള രാത്രികാല യാത്രകൾ പൂർണ്ണമായും നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്തിട്ടുണ്ട്. പോലീസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ചെക്ക് പോസ്റ്റുകളിലും പ്രധാന റോഡുകളിലും കർശന പരിശോധന നടത്തും. ജില്ലയിലെ മലയോര മേഖലകൾ, വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ട്രെക്കിംഗ്, വൈൽഡ് ലാൻഡ്സ് ക്യാമ്പിംഗ് എന്നിവ താൽക്കാലികമായി നിരോധിച്ചു.
ദേശീയപാത, സംസ്ഥാന പാതകൾ, മറ്റ് ജില്ലാ റോഡുകൾ എന്നിവിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ നടക്കുന്ന സ്ഥലങ്ങളിൽ യാത്രക്കാർക്ക് വ്യക്തമായി കാണാവുന്ന വിധത്തിൽ സുരക്ഷ അല്ലെങ്കിൽ ദേശീയപാതയിൽ ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം, പുതുക്കാട് മേൽപ്പാല നിർമ്മാണം എന്നിവ സംബന്ധിച്ച് അധികൃതരുടെ യോഗം നടത്തി. കെ രാമചന്ദ്രൻ MLA യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. MLA നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കുന്നതിന് നടപടി സ്വീകരിച്ചത്. ഡെപ്യൂട്ടി കളക്ടർ M. ബിപിൻ കുമാർ, NHAI പ്രൊജക്ട് ഡയറക്ടർ അൻസൽ ഹസൻ, തൃശൂർ റൂറൽ അഡീഷണൽ SP V. കൃഷ്ണദാസ്, കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് അശ്വതി VB, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VT വിജയലക്ഷ്മി, രതി ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, മീന മദനൻ, പുതുക്കാട് SHO ആദം ഖാൻ, വൈസ് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, പോലീസ്, റവന്യൂ, പൊതുമരാമത്ത്, വാട്ടർ അതോറിറ്റി, KCB, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രചോദി നികേതൻ കോളേജ് ഡയറക്ടർ, വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വ്യാപാരി, ബസ് ഓണേഴ്സ് സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും നിർദ്ദേശങ്ങളും അറിയിച്ചു. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, താലൂക്ക് ആശുപത്രി, ഫെറോന ചർച്ച്, മാർക്കറ്റ്, വിവിധ റോഡുകൾ ഉൾപ്പെടെയുള്ള പുതുക്കാട് ജംഗ്ഷനിൽ സുഗമമായ ഗതാഗത സൗകര്യത്തിന് പൂർണ്ണമായും തൂണുകളിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന യോഗത്തിൽ പൊതു അഭിപ്രായം ഉണ്ടായി. ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ MP-യെയും ജില്ലാ കളക്ടറെയും അറിയിക്കുന്നതിനും ആവശ്യമായ മേൽ നടപടി സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നതിനും തീരുമാനിച്ചു. വിവിധ പ്രദേശങ്ങളിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ MLA യോഗത്തിൽ നിർദ്ദേശിച്ചു. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചാൽ മതിയെന്നും നിർദ്ദേശിച്ചു. വെള്ളക്കെട്ട്, ഓട്ടോ പാർക്കിംഗ്, ബസ് സ്റ്റോപ്പ് ക്രമീകരണം എന്നീ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരുമായും പോലീസ്, NHAI ഉദ്യോഗസ്ഥരുമായും കൂടിയാലോചിച്ച് നടപ്പാക്കും. സർവീസ് റോഡ് ആർക്ക് വേണ്ടിയിട്ടാ? സാധാരണക്കാരന് ബസ്സിന് പോകാനോ അവന്റെ വാഹനങ്ങൾ കൊണ്ടുപോകാനോ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ആക്സിഡന്റിന് വേണ്ടിയിട്ടാ. അത് നിലവിലുള്ള ഹൈവേയുടെ ഉയരത്തിന് വേണ്ടത് എന്താവും? ഇത് തന്നെ പ്രത്യാവർത്തിച്ചാൽ ഞാൻ അറിഞ്ഞിടത്തോളം 6ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിട്ട് 3000 കുട്ടികളുടെ 20 പോലും സ്ഥലം കൊടുക്കാം. അതോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ, താലൂക്ക് ഹോസ്പിറ്റൽ, ബ്ലോക്ക് ഓഫീസ്, പഞ്ചായത്ത്, KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ പബ്ലിക് ആക്സസ് മറ്റു ഏത് സ്ഥലത്തേക്കാളും കൂടുതൽ ഏകദേശം മുനിസിപ്പാലിറ്റിയെ പോലെ ചാലക്കുടിയോ അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ എത്തുന്ന പോലെയുള്ള കുട്ടികൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആവശ്യമില്ലാത്ത ആളുകൾ എത്തുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആളുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാഹന ഗതാഗതം ഒരു കാറൊക്കെ പോകുന്നുണ്ട്. അതേപോലെ നമുക്ക് പുതുക്കാട് മുപ്പളി റോഡിൽ ഏറ്റവും കാതലായ ഒരു സ്ഥലമാണ് നിർമ്മാണ വണ്ടി വരുന്നത്. അപ്പോൾ അവിടെ ട്രഷറി പഞ്ചായത്ത് നിലനിൽക്കുന്ന അവിടെ ആ ഭാഗത്തും ഏതെങ്കിലും ഒരു ഉത്സവമോ അല്ലെങ്കിൽ ആഘോഷ സമയം മാസം, അതായത് ഈ ആഗസ്റ്റ് മാസത്തെ ഓണമാണ്. ഓണത്തിന് സമയത്ത് നമ്മുടെ ബസ്സാറടക്കമുള്ള എല്ലാ സ്ഥലങ്ങളും ഒരു വണ്ടി പോലും പോകാൻ രീതിയിൽ അത് നോർമലി ബ്ലോക്കാണ്. ഈ സമയത്ത് തന്നെ നിങ്ങൾ വന്നിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പം ഇന്നലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിൽ പോയിട്ട് കുഴി കുത്തി. എന്തിനാണ് കുഴിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. 2 പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറിന് 200 രൂപയിലേറെ വില കുറച്ച് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ സിലിണ്ടറിന് 202 രൂപയും കൊൽക്കത്തയിൽ 209 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 2728 രൂപയായി. കൊൽക്കത്തയിൽ 2872 രൂപയാണ് പുതിയ വില. വാണിജ്യ LPG സിലിണ്ടറിന് വില കുറച്ചത് ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലകൾക്ക് വലിയ ആശ്വാസമാകും. തുടർച്ചയായ 2ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന് രാജ്യത്ത് വില കുറയ്ക്കുന്നത്. കഴിഞ്ഞ മാസവും 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചിരുന്നു. അതേസമയം ഗാർഹികാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന് വിലയിൽ മാറ്റമില്ല. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും യാത്രക്കാർക്ക് കൂടുതൽ സേവനവും ലക്ഷ്യമിട്ട് പുതുക്കാട് KSRTC ഡിപ്പോ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. KSRTC പുതുക്കാട് ഡിപ്പോ മാനേജ്മെന്റ് കമ്മിറ്റി പ്രഥമ യോഗം കെ രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഭാഗ്യവതി ചന്ദ്രൻ, രതി ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൺ തയ്യാലക്കൽ, ജോളി ചുക്കിരി, തൃശൂർ MP പ്രതിനിധി VV രാജേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ശിവരാമൻ, KS കൃഷ്ണൻകുട്ടി, EK ശശിധരൻ, PK ശേഖരൻ, KSRTC ഡിപ്പോ ഇൻചാർജ് EP മനോജ്, KSRTC DTO TA ഉബൈദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കമ്മിറ്റിയുടെ ഉദ്ദേശലക്ഷ്യങ്ങളും ബൈലോയും സംബന്ധിച്ച് MLA ചെയർമാനും KSRTC യൂണിറ്റ് ഓഫീസർ കൺവീനറായും നിയമസഭാ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. KSRTC ബസ്സുകൾ സർവീസ് റോഡ് വഴി യാത്ര നടത്തണമെന്നും ആമ്പല്ലൂർ സെന്ററിൽ നിന്നും യാത്രക്കാരെ കയറ്റണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. നിലവിൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുള്ള 5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പ്രപ്പോസൽ അനുവദിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു.
പിന്നെ നമുക്ക് അംഗീകരിച്ചു പോയി. പക്ഷെ വണ്ടി വാഹനങ്ങൾ ആ ബസ് എല്ലാ ബസ്സിലും സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ബസ് ഇതിന് ഉറപ്പുണ്ടാവില്ല. ഈ നമുക്കൊക്കെയാണ് ഇവിടെ കമ്പനി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇടപെടാൻ അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഹരിതകർമ്മസേന യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറിയും ഹരിതകർമ്മസേന യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ AS സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന യൂണിയൻ ഏരിയ പ്രസിഡന്റ് പ്രകാശിനി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു. AV ചന്ദ്രൻ, സരിത രാജേഷ്, AK ബാലൻ, TK പത്മനാഭൻ, ബിന്ദു ഭാസ്കരൻ, VS നിജിൽ, നിബി സുധീഷ്, സവിത സുനിൽ, ഷാരിക സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. കോട്ടക്കരയുടെ ഏരിയ കമ്മിറ്റി ബാനർ അതിന്റെ പിന്നില് കോട്ടക്കരയുടെ മുഴുവൻ തൊഴിലാളികളും അണിനിരക്കണം. ജോലി കഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരുണ്ട്. ജയലക്ഷ്മി NSS മുകുന്ദപുരം താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന സമ്പൂർണ്ണ രാമായണ പാരായണ സമർപ്പണം നടത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് D ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് R ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ, താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ PR അജിത് കുമാർ, സുനിൽ K മേനോൻ, സോമൻ മുത്രത്തിക്കര, രവി കണ്ണൂർ, KB ശ്രീധരൻ, പ്രതിനിധി സഭാംഗം സദാശിവൻ കുറുവത്ത്, താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയശ്രീ അജി, വൈസ് പ്രസിഡന്റ് ചന്ദ്രമതി സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ ശ്രീദേവി മേനോൻ, സ്മിത ജയകുമാർ, മായാനന്ദകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വനിതാ യൂണിയന്റെ നേതൃത്വത്തിലായാണ് പാരായണം നടത്തിയത്. ചെങ്ങാലൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനായിരുന്ന KP രാമൻകുട്ടി മാസ്റ്ററുടെ സ്മരണയ്ക്കായി മാജിഷ്യൻ ജോസ് ചിറയത്ത് അവതരിപ്പിച്ച മാജിക് ഷോ വേറിട്ടൊരു അനുഭവമായി. ചെങ്ങാലൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനായിരുന്ന KP രാമൻകുട്ടി മാസ്റ്ററുടെ സ്മരണയ്ക്കായി മാജിഷ്യൻ ജോസ് ചിറയത്ത് അവതരിപ്പിച്ച മാജിക് ഷോ വേറിട്ടൊരു അനുഭവമായി. മാജിക് അങ്കിളും കുട്ടികളും എന്ന പേരിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ പ്രധാനാധ്യാപിക ദിവ്യ, PTA പ്രസിഡന്റ് നിർമ്മൽ കുമാർ, വൈസ് പ്രസിഡന്റ് ജയ്സൺ ഒല്ലുകാരൻ, SMSC ചെയർമാൻ സുധീഷ്, KN ജയപ്രകാശ്, സീനിയർ അധ്യാപിക ജയന എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മോണ്ടിസോറി കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷനും ബിരുദദാന ചടങ്ങും നടത്തി. റിട്ടയർഡ് അധ്യാപിക ബേബി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ K രമാദേവി അധ്യക്ഷയായി. വിദ്യാലയ സമിതി സെക്രട്ടറി P ലോകനാഥൻ, സ്റ്റാഫ് സെക്രട്ടറി KS സുമ, മോണ്ടിസോറി വിദ്യാർത്ഥികളായ PS സഫ്ന, നീതു ബൈജു, CS ശ്രീലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ സെന്റ് റാഫേൽസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച റാഫ ടാലന്റ് ഫെസ്റ്റിന് തുടക്കമായി. തൃശൂർ അതിരൂപതയിലെ വൈദികനും ആടും പാതിരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാദർ അജിത് ചിറ്റ്ലപ്പിള്ളി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഫാദർ അഭിഷേക് മൊയലൻ അധ്യക്ഷത വഹിച്ചു. ഫൈനാൻസ് സെക്രട്ടറി ജുവൽ മരിയ ലിംസൺ, സ്കൂൾ മാനേജർ ഫാദർ ജോയ് കൊള്ളന്നൂർ, പ്രിൻസിപ്പൽ ടെസ്സി ജോസ്, മദർ PTA പ്രസിഡന്റ് സ്നേഹ, സ്കൂൾ ലീഡർ മിഖ ജയ് എന്നിവർ പ്രസംഗിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദന സഭ സംഘടിപ്പിച്ചു. മാള മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ CEO ജോർജ് കോലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി KS സുഗേഷ്, രക്ഷാധികാരി NP മുരളി, സ്കൂൾ മാനേജർ C രാഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, രജത് നാരായണൻ, ഷാജു കളരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ കൃഷി ചെയ്ത കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി.
മതിക്കുന്ന് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ദീപ സജീഷ്, ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സന്ദീപ് കണിയത്ത്, പഞ്ചായത്ത് അംഗം സിന്ധുമോൾ രാജേഷ്, ക്ഷേത്രം ഭാരവാഹികളായ സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ട്രഷറർ സത്യൻ മംഗലത്ത്, ദിലീപ് മുളങ്ങാട്ടുകര, നിതു കൂറത്ത്, മതിക്കുന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ബൈജു നെല്ലിശ്ശേരി, തൃക്കൂർ കൃഷിഭവൻ ADC അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ സന്നിഹിതരായി. എല്ലാ വർഷവും ഇല്ലം നിറ തൃപ്പൂത്തരയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിളയിച്ച നെൽക്കതിരുകളാണ് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യാറുള്ളത്. ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലം നിറ തൃപ്പൂത്തരി, ഗജപൂജ, ആനയൂട്ടി എന്നിവ നടക്കുന്നത്. നമ്മൾ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രം കരനെൽ കൃഷി ചെയ്ത് അതിവിടുത്തെ ആവശ്യത്തിനുള്ളത് കൊയ്തെടുക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിൽ വന്ന പഞ്ചായത്തിൻ്റെയും കൃഷി ഓഫീസിൻ്റെയും മറ്റു എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മളൊരു ദേവിയുടെ ഇതിന് വേണ്ടിയിട്ട് ഇട്ടുണ്ട്. വരാക്കര ഭഗവതി ക്ഷേത്രം പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റ് KK രാമേന്ദ്രൻ MLA സ്വിച്ച് ഓൺ ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷത വഹിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചായിരുന്നു മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. മാങ്കുറ്റിപ്പാടം 16-ാം വാർഡിൽ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് നന്ദകുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ശ്രീജ പ്രബീഷ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി OP ജോണി, അംഗനവാടി വർക്കർ മല്ലിക എന്നിവർ പ്രസംഗിച്ചു. SSA തൃശൂർ ഫിലിം പ്രൊഡക്ഷന്റെ ബാനറിൽ ഗിരീഷ് പെരിഞ്ചേരി കഥയും തിരക്കഥയും രചിച്ച് സംവിധാനം ചെയ്ത നടപ്പാത എന്ന ഹ്രസ്വചിത്രം ഞായറാഴ്ച രാവിലെ 9:30 തൃശൂർ ശ്രീ തിയേറ്ററിൽ സൗജന്യ പ്രദർശനത്തിന് ഒരുങ്ങുന്നു. കേരളത്തിലെ ശ്രീ തിയേറ്റർ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള പ്രധാന പ്രദർശനശാലകളിലൊന്നാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളുടെ ആഴവും സ്നേഹവും നന്മയും ജീവിത യാഥാർത്ഥ്യങ്ങളും കോർത്തിണക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് C. രമാദേവി, ദേവകി ശങ്കർ, ശ്രീലക്ഷ്മി കണ്ണൂർ, ശങ്കർ ദേവ്, സുരേഷ് കനൌ, ആരാധ്യ ദിലീപ്, ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി, അനുപമ മേനോൻ, അശ്വതി കൃഷ്ണ, ഷൺമുഖൻ എന്നിവരാണ്. കാലാവസ്ഥ. കൂടിയ താപനില 26°C, കുറഞ്ഞ താപനില 23°C. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ MSc ക്ലിനിക്കൽ സൈക്കോളജി ST, MSc കമ്പ്യൂട്ടർ സയൻസ് SSc ST, MQRC കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ CAP രജിസ്ട്രേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റ് 4 മുൻപായി കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9497316534, മറ്റൊരു നമ്പർ 9495842845. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയും രേഖപ്പെടുത്തി. നന്ദിപുലം കുമരഞ്ചിറ മഠത്തിൽ VM നാരായണൻ കർത്തയുടെയും KP പത്മാവതി ഇളയന്നയുടെയും മകൻ കൃഷ്ണകുമാർ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 റാന്നി വെച്ചുച്ചിറ മണ്ണടിശാല പരുവയിലുള്ള സ്വവസതിയിൽ വെച്ച്. രാധാമണിയാണ് ഭാര്യ. പ്രധാന വാർത്തകൾ വീണ്ടും. ഓട്ടോയിൽ ലോറിയും ടൂറിസ്റ്റ് ബസ്സും ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനും ദാരുണാന്ത്യം. സംഭവം ഒല്ലൂരിൽ. ഒറ്റപ്പെയ്ത്തിൽ മഴക്കെടുതി രൂക്ഷം. വരന്തരപ്പള്ളി, നെന്മണിക്കര, തൃക്കൂർ പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ആമ്പലൂർ അടിപ്പാത നിർമ്മാണം, പുതുക്കാട് മേൽപ്പാല നിർമ്മാണം എന്നിവ സംബന്ധിച്ച് അധികൃതരുടെ യോഗം നടത്തി. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറിന് 200 രൂപയിലേറെ വില കുറച്ചു. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.